ഇന്ത്യൻ ഇടതുപക്ഷം എവിടെ നിൽക്കുന്നു? ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചാൽ ആരാണ് ശരിക്കും ഇടതുപക്ഷം? ഇങ്ങനൊരു ചോദ്യം ഉയരാൻ കാരണങ്ങൾ പലതുണ്ട്. സാമ്പത്തിക സംവരണമല്ല, സാമുദായിക സംവരണം തുടരുകയാണ് വേണ്ടത്. SDPI നിലപാട് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യൻ യാഥാർത്ഥ്യം ജാതിയാണെന്ന തിരിച്ചറിവിന് നയപ്രഖ്യാപനമാണിത്. ജാതിയല്ല, വർഗം അടിസ്ഥാനമാക്കിയാണ് സംവരണം വേണ്ടത് എന്ന മാർക്സിയൻ ചിന്താഗതിയിൽ തന്നെയാണ് CPIM നയപരമായി നിൽക്കുന്നത്. പക്ഷേ ആ ചിന്താഗതിയുമായി ഒരു ബന്ധവുമില്ലാത്ത നയമാണ് കേരളത്തിൽ നടപ്പാക്കിയത്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തി. അതിനെ NSS ഉൾപ്പെടെയുള്ള മുന്നോക്കക്കാർ സ്വാഗതം ചെയ്തു. അന്ന് CPIയും എതിർത്തതേയില്ല. അന്നത്തെ CPI ആണോ ഇന്നത്തെ CPI ആണോ ശരിക്കും ഇടത് എന്നുള്ള ചോദ്യമാണ് മന്ത്രി സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയിയുടെ ശിരസിൽ മുത്തുന്നു. ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന സർക്കാർ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു. മന്ത്രി VN വാസവൻ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ സന്ദേശം വായിക്കുന്നു. ഇങ്ങനെ കൺമുന്നിൽ കാഴ്ചകൾ അനേകമുണ്ട്. എല്ലാം വിശദീകരിക്കാൻ ശ്രീനിവാസൻ തിരക്കഥ എഴുതി സന്ദേശം എന്ന സിനിമയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. ആരാണ് ശരിക്കും ഇടതുപക്ഷം? CPIയുടെ സംവരണ നിലപാടിൽ നിന്നും തുടങ്ങാം നമുക്ക്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അംഗീകരിച്ച നയരേഖ അനുസരിച്ച് വർഗ സിദ്ധാന്തമാണ് നിലനിൽക്കുന്നത്. CPIയുടെയും CPIMന്റെയും മാത്രമല്ല RSPയുടെയും ഫോർവേഡ് ബ്ലോക്കിന്റേതുമൊക്കെ അങ്ങനെ തന്നെയാണ്. ആഗോള കമ്മ്യൂണിസത്തെ അതുപോലെ പകർത്തിയതിനാൽ ജാതി എന്ന സംവിധാനം ആ നയപരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. ജാതി ഉന്മൂലനം ചെയ്യണമെന്നാണ് നയം. അതിനാൽ ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം നിലനിൽക്കില്ല എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തുടക്കം മുതലേ പറഞ്ഞിരുന്നത്. ജാതിയാണ് ഇന്ത്യയുടെ പരമമായ യാഥാർത്ഥ്യം എന്നതിനാലാണ് ഈ നയവുമായി വന്ന പാർട്ടികൾ രാജ്യവ്യാപകമായി പടർന്നു പന്തലിക്കാതെ പോയത്. ജാതീയമായ അടിച്ചമർത്തലിനെ ജന്മിത്തപരമായ അടിച്ചമർത്തൽ മാത്രമായി കണ്ടു. ഉത്തർപ്രദേശിലും ബീഹാറിലും ഹരിയാനയിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഒന്നും ആ വാദം വിജയിച്ചില്ല. അവർക്കൊക്കെ ജാതി തന്നെയായിരുന്നു കഷ്ടപ്പാടിന്റെ പരമമായ കാരണം. ഉന്നത ജാതിയിൽ പിറന്നവർക്ക് മാത്രമായിരുന്നു ആസ്തിയും സ്ഥാവര ജംഗമ വസ്തുക്കളും. ജാതീയമായി ഈ വിഷയങ്ങളെ കാണാതെ ഒരിക്കലും അവരുടെ മോചനം സാധ്യമാകുമായിരുന്നില്ല. അങ്ങനെ ഒരു തത്വശാസ്ത്രത്തിലേക്ക് വരാൻ വൈകി എന്ന് മാത്രമല്ല, ചർച്ചകൾ പോലും നടത്തിയിരുന്നില്ല. അതായിരുന്നു അന്നത്തെ ഇടതുപക്ഷം. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ വാദിച്ചിരുന്നത് സാമ്പത്തിക സംവരണത്തിന് വേണ്ടിയാണ്. എല്ലാവർക്കും വിഭവങ്ങൾ തുല്യമായി വീതിക്കപ്പെടുന്നത് വരെ താഴെത്തട്ടിലുള്ളവർക്ക് സംവരണം നൽകുക, ഇതായിരുന്നു നയം. ഈ നയപരിപാടിയുമായാണ് തുടർന്ന പതിറ്റാണ്ടുകൾക്കൊടുവിൽ കേരളത്തിലെ CPIM നേതൃത്വത്തിലുള്ള സർക്കാർ മുന്നോക്കക്കാരിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. ന്യൂനപക്ഷങ്ങളുടെ സീറ്റുകളെ ബാധിക്കില്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ സീറ്റുകളിൽ കുറവുണ്ടായെന്നാണ് ഇപ്പോൾ കണക്കുകൾ കാണിക്കുന്നത്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് എന്ന പേരിൽ സംവരണം നൽകാനുള്ള തീരുമാനം NSSനെയും യോഗക്ഷേമ സഭയെയും പോലുള്ള സംഘടനകളെ കയ്യിലെടുക്കുന്നതിന്റെ ഒക്കെ ഭാഗമായിരുന്നു. അതൊരു ഇടതുപക്ഷ പരിപാടി ആയിരുന്നില്ല എന്നർത്ഥം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് സീറ്റ് സംവരണമായിരുന്നില്ല ആവശ്യം. പഠിക്കാനോ സ്വയം തൊഴിൽ ചെയ്യാനോ ആവശ്യമുള്ള സഹായം നൽകാം. അല്ലാതെ പഠിക്കാനുള്ള സീറ്റിനു വേണ്ടി സംവരണം നൽകിയതിലൂടെ സംവരണ തത്വം തന്നെയാണ് സംശയത്തിലായത്. ആ സംശയമാണ് CPI ഇപ്പോൾ തീർത്തത്. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർക്ക് സംവരണം നൽകേണ്ടതില്ല എന്നാണോ തിരുത്ത്? CPI തിരുത്തിയത് കൊണ്ട് സർക്കാർ പരിപാടി ഇനി തിരുത്താൻ കഴിയുമോ? നൽകിക്കഴിഞ്ഞ സംവരണം പിൻവലിച്ചാൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്ന പുകലെന്തായിരിക്കും? ശരിക്കും CPI ഇപ്പോൾ ഒരു നയം സ്വീകരിച്ചു. വലത് കമ്മ്യൂണിസ്റ്റുകാർ എന്ന് ദേശാഭിമാനി വിശേഷിപ്പിക്കുന്ന പാർട്ടിയാണ്. ഇക്കാര്യത്തിൽ അവർ ഇടതുപക്ഷത്ത് പുതിയ നയപാത വെട്ടിത്തുറക്കുകയാണ് ചെയ്തത്. അയ്യപ്പ സംഗമം ഇടതുപക്ഷ സർക്കാരിന്റെ പരിപാടിയല്ല, ദേവസ്വം ബോർഡിന്റെ സംഗതിയാണെന്നാണ് ആദ്യ അവസാനം പറഞ്ഞത്. എന്നാൽ സർക്കാർ സംവിധാനം ഒന്നാകെയാണ് പമ്പയിലേക്ക് എത്തിയത്. അതൊരു ഔട്ട്റീച്ച് പരിപാടിയായിരുന്നു എന്ന കാര്യത്തിൽ കണ്ടിരുന്ന ആർക്കും തർക്കമില്ല. ഇടതുപക്ഷ സർക്കാർ ശബരിമല വിഷയത്തിൽ എന്തു നിലപാട് സ്വീകരിച്ചോ അത് തിരുത്തി എന്ന് വിളിച്ചു പറയുകയായിരുന്നു. ഇതിനാണ് ക്ഷേത്രങ്ങളിൽ വിളിച്ചു ചൊല്ലി പ്രായശ്ചിത്തം എന്ന് പറയുന്നത്. യോഗി ആദിത്യനാഥിനെ അടുപ്പിക്കാൻ പറ്റാത്ത നേതാവെന്നാണ് CPIM ഇതുവരെ പറഞ്ഞിരുന്നത്. ആ യോഗി ആദിത്യനാഥിനെ ശബരിമല സംഗമത്തിന് ക്ഷണിക്കുന്നു. പങ്കെടുക്കാൻ പറ്റാത്തതിൽ ഖേദമറിയിച്ച ആശംസാ സന്ദേശം അയക്കുന്നു. ആ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിക്കുന്നു. ഇതാണോ ഇടതുപക്ഷ സർക്കാർ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിക്കുന്നു. ഔട്ട്റീച്ച് പരിപാടികൾ അവിടെ കഴിഞ്ഞിട്ടില്ല. മന്ത്രി സജി ചെറിയാൻ മാതാ അമൃതാനന്ദമയെ കാണുന്നു. നെറുകയിൽ മുത്തുന്നു. ആ ചിത്രം പങ്കുവച്ച് നാട്ടുകാർ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ ട്രോളുന്നു. അപ്പോൾ സജി ചെറിയാൻ പറയുകയാണ്, അമൃതാനന്ദമയി എന്റെ അമ്മയെ പോലെയാണെന്ന്.
അമ്മയെ മുത്തുന്നതിൽ എന്താണ് തെറ്റെന്ന്? അതാണ് ചോദ്യം. മാതാ അമൃതാനന്ദമയി ഉൾപ്പെടെയുള്ളവരെ ആൾദൈവങ്ങൾ എന്നാണ് CPIM കണക്കാക്കിയിരുന്നത്. ആൾദൈവങ്ങളെ നഖശിഖാന്തം എതിർക്കുന്നതായിരുന്നു പാർട്ടി പരിപാടികളും. അതും തിരുത്തിയോ എന്ന സംശയത്തിനും ഉത്തരമുണ്ടാകേണ്ടതുണ്ട്. കോൺഗ്രസുമായി സഖ്യമാകാം എന്ന് പറഞ്ഞതിനാണ് CPI, CPIM എന്നീ രണ്ട് പാർട്ടികൾ ഉണ്ടായത്. ഇപ്പോൾ കോൺഗ്രസുമായി കേരളം ഒഴികെ എല്ലായിടത്തും സഖ്യമാവുകയും ചെയ്തു. മുസ്ലിം ലീഗുമായി സഹകരണമാകാം എന്ന സിദ്ധാന്തം അവതരിപ്പിച്ചതിനാണ് MV രാഘവനെ CPIM പുറത്താക്കിയത്. മുസ്ലിം ലീഗ് ഒപ്പം വന്നാൽ സ്വീകരിക്കാൻ ഇപ്പോഴത്തെ CPM-ന് ഒരു മടിയും ഉണ്ടാകില്ല. പള്ളിയെയും പട്ടക്കാരെയും തള്ളി വന്നാൽ PJ ജോസഫിനെ സ്വീകരിക്കാമെന്നാണ് EMS പറഞ്ഞത്. പള്ളിയെയും പട്ടക്കാരെയും ഒപ്പം കൂട്ടി വന്നാണ് PJ ജോസഫ് 2 പതിറ്റാണ്ട് ഇടതുപക്ഷത്ത് താമസിച്ചത്. പാർട്ടി പരിപാടികൾ ഇങ്ങനെ മാറുന്നതും മറിയുന്നതും കൺമുന്നിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഇത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നയം മാറ്റി എന്ന് ഇപ്പോ CPI പറഞ്ഞു. അതുപോലെ എല്ലാവരും പറഞ്ഞാൽ ജനത്തിന് പിന്നെ സംശയങ്ങൾ ഉണ്ടാകില്ല. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.